എവിടെ അച്ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നിന്നാണെന്നോ കണ്ടോട്ടെ ആൾക്കാർ. ഇത് നിങ്ങൾ അറിയക്കാരോ നമ്മളെ ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിൽ. ഇത് യൂട്യൂബിലേക്കാണ് പോണത്. ഇത് യൂട്യൂബിലേക്കാണ് വീഡിയോ പോണത്. നല്ലൊരു മനുഷ്യനാട്ടാ, പച്ച പാവാണ് ഇയാൾ. വായ വിരലിട്ടൊക്കെ അടിക്കൂല. നിങ്ങൾക്ക് ഇയാളെ പറ്റി അറിയട്ടെ, ഈ അച്ചോട്ടനെ പറ്റിയിട്ട്. എൻ്റെ അയൽവാസിയാണ്. പിന്നെ എൻ്റെ അവിടുത്തെ മതിലുണ്ടല്ലോ, മൂപ്പര് പറയുമ്പോൾ തന്നെ ചെറിയ വരും മൂപ്പേർക്ക്. എൻ്റെ അവിടുത്തെ മതിൽ മൂപ്പേരെ കെട്ടി തന്നത് കല്ലുകൊണ്ട് മണ്ണിട്ടിട്ട് മണ്ണ് കുഴച്ചതാ. ഈ മണ്ണിട്ട് കുഴച്ചിട്ട് മൂപ്പരാർ പറഞ്ഞെന്താ എത്ര കൊല്ലത്തിൻ്റെ ഗ്യാരണ്ടി നിങ്ങൾ പറഞ്ഞത്? 100 കൊല്ലം വരെ എന്നോട് പറഞ്ഞ് ഇതേമാതിരി കെട്ടിപ്പടുത്തതുണ്ടല്ലോ. സത്യം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ ആളെന്താ ജീവിച്ചിരിക്കണേ എന്നോട് ഇയാൾ ചിരിക്കുക. സത്യം പറഞ്ഞേ, ഇതൊരാൾ പറഞ്ഞ വിഷയം എന്നോട് പറഞ്ഞ മാനോ ഈ കെട്ടിപ്പടുത്തതിന് എന്തെങ്കിലും അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് മണ്ണുകൊണ്ട് കുഴച്ചിട്ട് ഞാൻ തേച്ച് തരാന്ന്. നോക്കണം, 100 കൊല്ലം വരെ. അല്ല നമ്മളെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ കഥകൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ തമ്മിലുള്ള സ്നേഹം, നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്നുള്ളത് ആരും അറിയണില്ല. ഇല്ല ചേട്ടാ, നമ്മളെ തമ്മിലുള്ള എങ്ങനെയാണ് നമ്മളെ തമ്മിലുള്ള ഇവിടെ അല്ല എവിടെയെങ്കിലും നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ലല്ലോ. ഇതാണ് ഞങ്ങളെ അയൽവാസികളെ തമ്മിൽ. എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ. ഈ നിൽക്കണ മനുഷ്യതാ മൂപ്പരാര് ഒരു ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനോട് പറയരുതെന്ന് പറയാൻ പറയാണ്. ഇങ്ങോട്ട് വരും, അത് കേൾക്കണം. എൻ്റെ യൂട്യൂബിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും എൻ്റെ വീഡിയോ കാണാൻ കത്തിക്കുക. ഈ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, മാനുവാ ഈ കയ്യുമ്മ കിട്ടുന്ന റാഡോ വാച്ച് ഉണ്ടല്ലോ, അത് എനിക്ക് വരുമ്പോൾ അതിൻ്റെ പൈസ എത്ര ഞാൻ തരാമെന്ന്. ആ മനുഷ്യൻ്റെ ആഗ്രഹം ഞാൻ നാളെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കൊടുന്നെടുത്ത നല്ല സന്തോഷമായി. എന്റെ മകൻ പൂജാപ്പള പുറപ്പെട്ടു പോകുമ്പോ എന്റെ കൈ കൊടുത്തു കെട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ സോക്കാടി. അപ്പൊ അതിന്റെ ഒരു മഹിമ എത്ര ഉണ്ട് നോക്കണം. നിങ്ങൾ പറഞ്ഞിട്ട് ആ വാച്ചിനുണ്ട് മൂപ്പരെ പൈസ തരിക. പൈസ തരാൻ പറയാ, എന്തിനാ ഈ പൈസ എന്ന് വെച്ച്. നിങ്ങളൊരു ആഗ്രഹമാണ്, അത് നടത്തി തരേണ്ട കടമ എന്റേതാ. അതുപോലെ കുഞ്ഞുനേട്ടാന് കടുകണ്ണ വാങ്ങിയിട്ട് പേരെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ മൂപ്പരേക്ക് കാലിന്റെ മടം ഇത് വേച്ചിട്ട് കഴിഞ്ഞ ഞാൻ എന്നാലും പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങൾ. ഓക്കെ, താങ്ക് യു. ഇനി ഇവിടുന്ന് കൂടുതൽ പറഞ്ഞില്ല. ഓക്കെ, വീട്ടിൽ തറവാട്ട് കത്തിഞ്ഞ് അവിടെ ചെന്ന് പറഞ്ഞ് ഈറ്റേക്കും. ആ നായി വീഡിയോ എടുത്തിട്ടാണ് വരണമെന്നും പറഞ്ഞിട്ട് ഞാൻ ഈ സീറ്റിട്ടുള്ള കാരണം എന്താ അറിയോ, ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുതരാം. കാരണം ഇവിടെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴേ ഇവിടെ കൊടുന്ന് ഇറക്കണ സമയത്തെ അതിൻ്റെ ബാക്കി പറഞ്ഞു. ഈ റാഡോ വാച്ചിക്ക് എന്ത് വില ഉണ്ടാവും ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കുകയാണെ നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചോക്കാണ് ഇത് ഏകദേശം എന്ത് വില ഉണ്ട് എന്നുള്ളത്. 11/6/2025 വീഡിയോ ഇട്ടാണ്. എൻ്റെ നാട്ടിൽ നിന്ന് പെരയിൽ നിന്നിട്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കണേ. ഇതിന് ഏകദേശം എന്ത് വില ഉണ്ടാവും ഈ റാഡോ വാച്ചിക്ക്? ഇത് ബോംബെയിൽ നിന്ന് ഞാൻ വാങ്ങിയ വാച്ചാണ്. ഇത് ഏകദേശം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 75,000 റുപ്യ അല്ലെങ്കിൽ 1,00,000 റുപ്യ 1,4 ലക്ഷം റുപ്യ ഇതിന് വില ഉണ്ടാവും അല്ലേ? എന്നാൽ അത് ഞങ്ങളോട് സത്യം പറയാണ്, അതൊന്നുമില്ല. ഇത് ഞാൻ വെറും 1,400 റുപ്യക്കാണോ 1,300 റുപ്യക്കറ്റാവും പണ്ട് വാങ്ങിയതാണ്. ഒരുപാട് കാലമായി. റാഡോ വാച്ച് കയ്യുമ്മ കെട്ടാൻ പൂതിയായിട്ട് ഞാൻ വാങ്ങിയ വാച്ച് അത്. മനസ്സിലായില്ലേ? ഈ വാച്ച് ഞാൻ കയ്യുമ്മ കെട്ടി നടക്കുമ്പോൾ ഇവിടെ എൻ്റെ അയൽവാസിയുണ്ട്. എൻ്റെ ഈ വീടിൻ്റെ പത്തല്ല കേട്ടോ, എൻ്റെ തറവാട്ടിങ്ങ. അപ്പോൾ ഈ വാച്ച് കണ്ടിട്ട് എൻ്റെ ഒരു സ്നേഹിതനുണ്ട് പാവം, എന്നോട് പറഞ്ഞു, മാനിയോ ഇങ്ങനത്തെ ഒരു വാച്ച് എനിക്കൊരാഗ്രഹമുണ്ട്. പാവം ആ പാവം ഗൾഫിൽ കൂടി പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല ഗൾഫിലേക്ക്, മൂപ്പരും പോയിട്ടില്ല. എന്നോട് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു വാച്ച് എനിക്കൊരാഗ്രഹം ഉണ്ടിച്ച് കൊണ്ടുവരുമോ എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരട്ടെ, നിങ്ങൾ പേടിക്കണ്ട. ഇയാളെ ഈ വീഡിയോൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്യേണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇന്നലെ തറവാട്ടുകൾക്ക് പോയിരുന്നു ഉമ്മാനെ കാണാൻ. പെരുന്നാളായിട്ട് 2-3 ദിവസമായിട്ട് പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഉമ്മാനെ കാണാൻ പോകുമ്പോൾ ഈ വാച്ച് ആഗ്രഹിച്ച ഒരാളുണ്ട്. ആ ആളെ കൂടെ നിന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. മൂപ്പരെ ഞാൻ അങ്ങനെ അറിയാതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ മൂപ്പരെ കണ്ടത്. എന്നിട്ട് ഞാൻ മൂപ്പരെ ശരിക്കുള്ള സംഭവം മൂപ്പരെ ആ വീഡിയോക്കുള്ള പറഞ്ഞ് കാണട്ടോ. ഓക്കെ, പക്ഷേ ആ മനുഷ്യൻ നല്ലൊരു വീടും ഇതൊക്കെ അടിപൊളി വീടൊക്കെ വെച്ചിട്ടുണ്ട്. പാവം ഇവിടെ നാട്ടിൽ നിന്നിട്ട് മൂപ്പർ ഇവിടെ നിന്നിട്ട് വീട് കയറ്റിയതാണ്. അതുപോലെ മൂപ്പർ അവിടെ പറമ്പിൽ പണിയെടുക്കണമെന്ന് നോക്കണ്ട,
മൂപ്പർക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മൂപ്പര് നല്ലൊരു വേറെ വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു ജോലിയുണ്ട് ഓഫീസിലുള്ള ജോലിയാണ്. അതൊക്കെ ഉണ്ട് അച്ചോട്ടൻ എന്ന് പറഞ്ഞ ആൾക്ക്. മൂപ്പര് നല്ല പ്രയാസപ്പെട്ട ഒരാളാണ്. ആ പാവം നാട്ടിൽ നിന്നിട്ട് തന്നെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ഒരു മോൻ കല്യാണം കഴിച്ച് വന്നിട്ട് ആ മൂപ്പര് ഗൾഫിൽ പോവുകയും ചെയ്തില്ല. ഇവിടെ തന്നെ പണിയെടുത്ത് ജീവിച്ച ആൾക്കാരാണ്. ഇവിടെ നിന്ന് നാട്ടിൽ നിന്നാലും ഓരോരുത്തർ രക്ഷപ്പെടും. അല്ലാതെ ഇപ്പോൾ പ്രവാസി ലോകത്ത് പോയിട്ട് തന്നെ രക്ഷപ്പെടണമെന്നില്ല. ആ മനുഷ്യൻ ഒരുപാട് പ്രയാസപ്പെട്ട ആളാണ്. എൻ്റെ അയൽവാസി ഞാൻ അതിൻ്റെ വീഡിയോ വിടുന്നുണ്ട്. ഇനി ഞങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഉള്ളത് പറയാണ്. ഞാനിതാ എൻ്റെ വീടിൻ്റെ അവിടെ ഇത് കംപ്ലീറ്റ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതോ കാണി. ഇത് ഉണ്ടാക്കാൻ സ്ഥാനം നോക്കാൻ പറഞ്ഞു എൻ്റെ വേണ്ടപ്പെട്ടവർ. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഇത് സ്ഥാനം നോക്കിയിട്ടല്ലേ ചെയ്തതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സ്ഥാനം നോക്കിക്കണമെന്ന്. എന്തിനാണ് ഈ സ്ഥാനം നോക്കണേ അറിയാറ്റ് ചോദിക്കുകയാണ്. ഞാൻ സ്ഥാനമൊന്നും ഞാൻ നോക്കിയില്ല. ഇവിടെ ആദ്യം ഇത് ഇങ്ങനെയായിരുന്നു. ഇത് മൊത്തം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് റബ്ബേ ഇതിപ്പോൾ ആരെങ്കിലും എൻ്റെ പെങ്ങന്മാരും കുട്ടികളും നമ്മളെ കുടുംബത്തിലുള്ളവരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കല്യാണം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ വേണമല്ലോ. അത് ഇപ്പം നല്ല മഴ കേട്ടോ ഇവിടെ. ഇപ്പോൾ മഴ കുറഞ്ഞു. രാത്രി നല്ല പുലർച്ചെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ഇങ്ങനെ കുറച്ചുള്ളൂ. ഞാനിതൊരാളെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞ് എൻ്റെ സ്നേഹിതനെ വിളിച്ചിട്ട് മൂപ്പര് ഇവിടെ തേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള പടവൊക്കെ ഉള്ള ആളാണ്. മൂപ്പരോട് പറയും ഇതോട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്, ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്തു തരുമെന്ന് ചോദിച്ചു. ഓൻ പറഞ്ഞു അതിനെന്താ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഉണ്ടാക്കിയതാണ്. ഇതുണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു സ്ഥാനം നോക്കണം, അങ്ങനെ സ്ഥാനം നോക്കാതെ ചെയ്യായിരുന്നു. ഞാൻ അതിൻ്റെ പിന്നാലെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. ഞങ്ങളോട് ഇപ്പോഴും പറയാണ്. അതുപോലെ ഇവിടെ കോഴിക്കോട് ഉണ്ടാക്കി. ഇതൊരു കോഴിക്കോടായിരുന്നു. ഇത് വെറുകുപരാക്കിക്കണം ഇതിൻ്റെ അപ്പുറം ഇതിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ മഴ പെയ്ത കാരണം ഇത് മൊബൈൽ നാനി. നമുക്ക് സ്ഥാനം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സ്ഥാനം നോക്കണം. വീടൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളി. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ഥാനം നോക്കേണ്ട ഒരു ആവശ്യം നിൽക്കില്ല. ഞാൻ ഉള്ളത് നിങ്ങളോട് പറയണം. അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. നമ്മളൊരാളെ മുതൽ കട്ട് കൊടുന്നിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചോര നീരായിട്ട് നമ്മൾ ഓരോ ആൾക്കാരും നല്ല അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് നമ്മളെ വീട് നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്നത്. നമ്മളെ സ്ഥലം നമ്മൾ സ്വപ്നം കണ്ട് മേടിച്ചതാണ്. ഒക്കെ നമ്മൾ മേടിച്ചതാണ്. അപ്പം നമ്മൾ അതിനായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിലെ ചുറ്റുഭാഗം ഓരോന്ന് ചെയ്യുമ്പോൾ കുറേ സ്ഥാനം നോക്കിയിട്ട് ഓരോന്ന് ചെയ്യുക. അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മളൊരാളെ മുതൽ കട്ടിട്ടില്ലല്ലോ. ഒരാളെ മുതൽ ₹1 വാങ്ങി തിന്നിട്ടോ അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ചിട്ടോ നമ്മളെ മക്കൾക്കും കുട്ടികൾക്കും ആരും കൊടുത്തിട്ടില്ല. നല്ല ചോര നീരായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സംഭവം തന്നെയാണ്. അപ്പം ഇതൊന്നും ഞാൻ സ്ഥാനം നോക്കാതെ ഞാൻ ചെയ്ത സംഭവം ഒരുപാട് കൊല്ലമായി. ഇതുവരെക്കും പടച്ചോൻ്റെ വേണ്ടുകൂടെ ഇതുവരെ കൂട്ടാ ഇപ്പം ഒന്നും സംഭവിച്ചില്ല. ഇനി സംഭവിക്കാതിരിക്കട്ടെ. അതിൻ്റെ പുറമെ ഓരോരുത്തർ പറഞ്ഞ് അവിടെ ഗേറ്റ് ഉണ്ടാക്കും, അപ്പുറത്ത് ഗേറ്റ് ഉണ്ടാക്കും, അങ്ങനെയൊന്നും പാടില്ല. ഒരു വീടിന് 2 ഗേറ്റാ പാടുള്ളൂ. നോക്കണം. ഞാൻ അതൊന്നുമില്ല. എനിക്ക് വേണ്ടിടത്തൊക്കെ ഞാൻ ഗേറ്റ് ഉണ്ടാക്കി. ഞാൻ അതിൻ്റെ ആളാണ്. എന്തിനാണ് നമ്മൾ പേടിക്കണേ? നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പേടിക്കേണ്ടുള്ളൂ. നമ്മൾ തെറ്റൊന്നും ആരും ചെയ്തിട്ടില്ല. അതൊരു ഗേറ്റ്. ഇവിടെ അതൊരു ഗേറ്റ്. മഴ പെയ്യണ്ടില്ല. അപ്പോൾ ഞാൻ എടുക്കാൻ തന്നെ അതാണ്. ഇതൊരു ഗേറ്റ്. അവിടെ ഒരു ഗേറ്റ്. കണ്ടില്ല? അതൊരു ഗേറ്റ്. അവിടെ ഒരു ഗേറ്റ്. കാണോടത്ത് മൊത്തം ഞാനവിടെ ഗേറ്റ് ഉണ്ടാക്കി. മഴ പെയ്യണ്ടായി. ഇതൊക്കെ അതുപോലെ ഇത് ഞാൻ ഉണ്ടാക്കി. ഇത് കോഴികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ കോഴിയല്ല, ഇപ്പോൾ വിറക് വര ഉണ്ടാക്കിക്കുക. ഇതിൽ വിറക് വര ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണ സംഭവം ഞാൻ തന്നെ എൻ്റെ ബുദ്ധിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അതുപോലെ ഇത് ഞാൻ എൻ്റെ അടുത്ത് വെൽഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. എന്നിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ സംഭവമാണ്. അതാണ് ഇങ്ങോട്ട് നീക്കുക. ഇത് ഞാൻ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതാണ്. റബ്ബാണ് സത്യങ്ങൾ പറഞ്ഞാൽ വിസയിക്കൂലട്ടാ. ഈ സീറ്റ് ഞാൻ ഉണ്ടാക്കിയതല്ല. അത് ആളെ വിളിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള മുന്നേ ഈ ബർഗ് വരതാ ഓല ഉണ്ടാക്കാനും ഇതുപോലെ ഇതൊക്കെ ഉണ്ടാക്കാനും ഇത് ആവശ്യം വരുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇതൊരാളെ വിളിച്ചിട്ട് ഇത് ഉണ്ടാക്കി. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി എല്ലാം ക്ലിയറാക്കിയതിന് ശേഷം കുറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഇത് കോയിൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതിനൊന്നും ഞാൻ സ്ഥാനം നോക്കിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് വേറെ പറഞ്ഞുതരാം. ഇവിടെ കട്ടാക്കി നിർത്തട്ടെ. ഇനി ഞങ്ങൾക്ക് വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ ഈ സീറ്റ് ഇട്ടതിൻ്റെ കാരണം എന്താ അറിയാം? ഞാനിവിടെ ഏതായാലും കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ.
എന്തെങ്കിലും മഴയും ഇതൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും കച്ചവടത്തിൽ ആൾക്കാർ സാധനങ്ങളായിട്ട് വരുന്ന സമയത്ത് വല്ല പലചരക്കിൻ്റെ സാധനങ്ങളും കണ്ണി കണ്ടൊക്കെ വണ്ടിയിട്ട് വരുന്ന സമയത്ത് ആ ഗേറ്റ് ഉണ്ട് തുറന്നിട്ട് ഇവിടെ ഇട്ട് പോയിക്കോളി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ സീറ്റ് ഉണ്ടാക്കിയതാണ്. അതുപോലെ നമ്മൾ നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കും. നല്ലൊരു വീടുണ്ടാക്കണം എന്താണ് ജനങ്ങളെ കാണിക്കാനും നമുക്ക് അന്തി ഉറങ്ങാനും സ്വർഗം കിട്ടാനുമാണ് നമ്മൾ വീടുണ്ടാക്കിയത്. ഞാൻ എൻ്റെ വീടെന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നത് പറഞ്ഞേറ്റാം. ആദ്യം ഈ വീടൊക്കെ ഞാൻ ഉണ്ടാക്കാണ്ട് മുന്നപ്പെട്ടുള്ള വീടുകളൊക്കെ നല്ല സൂപ്പർ വീടായിരുന്നു, അടിപൊളി വീടായിരുന്നു. ഇതിങ്ങനെ കൊല്ലം കൂടുമ്പോൾ നമ്മളെ വീടിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് വീടിൻ്റെ കോലം മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ വീട് മാറിയപ്പോൾ തന്നെ എൻ്റെ വീട് കാണാൻ അന്ന് നല്ല രസമായിരുന്നു. ഇപ്പോൾ ഞാൻ സീറ്റ് ഇട്ടപ്പോൾ ആകെ വെട്ടക്കായതാണ്. ഇവിടെ കടക്ക് ഉണ്ടാക്കിയപ്പോൾ ആകെ വെട്ടക്കായി. അപ്പോൾ അന്ന് ഇവിടൊക്കെ ആദ്യം ഇവരൊക്കെ വീട് അടിപൊളി വീടാണ്. അപ്പുറത്തുള്ളവരൊക്കെ അതിനെക്കാട്ടിയും ഇതിപ്പോൾ അടുത്തുണ്ടാക്കിയതാണ് ആ വീട്. അപ്പോൾ അതിനെക്കാട്ടിയും നല്ല രസം തന്നെ. അങ്ങനെ പിന്നെ ഇങ്ങനെ കൊല്ലം കൂടുമ്പോൾ വീട് മാറുമ്പോൾ അതിൻ്റെ കോലാണ് മാറും. അപ്പോൾ വീട് പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അന്ന് എൻ്റെ വീട് കാണാൻ നല്ല വലിപ്പമൊന്നുമില്ല. അത്യാവശ്യം 3 റൂം അടിയിലുണ്ട്, മുകളിൽ 3 റൂമുണ്ട്. ഞാൻ വേണമെങ്കിൽ പിന്നെ ഞാൻ വിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വീട് കാണുമ്പോൾ ബദ്ധന്നെ ഇങ്ങനെ പോണ ആൾക്കാരൊക്കെയും എൻ്റെ വീട് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും തന്നെ അടിപൊളി വീട്, സംഭവം വീട് ചെറുതാണെങ്കിലും കാണാൻ നല്ല രസം തന്നെ. കുറേ ഞങ്ങളോട് ചോദിക്കാൻ കട്ടായ കുറേ നാട്ടുകാരെ കാണിച്ചിട്ട് വീടുണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത് ഒക്കെ അറിയായിട്ട് ചോദിക്കുക. ഞാൻ ഇവിടുന്ന് കടം വാങ്ങിയിട്ട് എന്താ കേട്ടോ ഇവിടെ എൻ്റെ ഒരു അയൽവാസിയാണ്, എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ വന്നപ്പോൾ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ എവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയാം, നമ്മൾ കുറേ വീടുണ്ടാക്കിയിട്ട് നമ്മൾ നാട്ടുകാരെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അവനാనికి വേണ്ട കാര്യങ്ങൾ നമ്മൾ വീട് പറഞ്ഞാൽ എന്താ നമ്മളെ കുട്ടികളെ മക്കളൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങാനും പിടിക്കാനും നമുക്ക് ഒരു ചെറിയൊരു സ്വർഗ്ഗമാക്കി മാറ്റാനാണ് നമ്മൾ ഈ വീടുണ്ടാക്കിയിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇതുണ്ടാക്കുമ്പോൾ ഞാൻ സീറ്റ് ഇടാനുള്ള കാരണം എന്താ, സീറ്റ് ഇട്ടാൽ ഒരു വീടിനൊരു വെളിച്ചം കുറയും. രണ്ടാമത്തത് ഇവിടെ പനി വെയിലാണ്, ഭയങ്കര വെയിലത്ത് ഈ വണ്ടിയൊക്കെ കൊടുന്ന് നിർത്തി കഴിഞ്ഞാണ്ടല്ലോ എന്താ നിങ്ങളോട് പറയാം. ആ വെയിൽ കൊണ്ടിട്ട് ആ വണ്ടി അങ്ങോട്ട് ചൂടായിട്ടാണ് പതുക്കെ എന്താ ചൂടായിട്ട് നല്ല തട്ടിയിട്ടേ വണ്ടിയൊക്കെ ഇവിടെ നിർത്താൻ പറ്റണില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായാലും തൽക്കാലം ഒരു സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വണ്ടി നിർത്താനും പിടിക്കാനും എവിടെ വേണമെങ്കിലും നിർത്താം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സീറ്റ് ഇട്ടത്. കാരണം എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഈ മെഷീനും സാധനങ്ങളും ഇങ്ങനെ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇവിടെ നിന്ന് ഇന്നലെ ഇപ്പം അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇന്നലെ വാടകയ്ക്ക് പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വിട്ടുതരാം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നൊരു വണ്ടി വരുമ്പോൾ ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾ എടുത്തിട്ട് പോയിക്കോളി എന്ന് പറയാം. മറ്റേ നമ്മൾ ഈ മഴത്ത് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് കടം വാങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യണത്. അവസാനം ഇത് ഈ മഴ കൊണ്ടിടാൻ തുരുമ്പൊടിക്കും. അപ്പോൾ ഇതിന് നല്ലത് ഇതിങ്ങനെയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താണ്, നമ്മളെ കാറിനൊന്നും സംഭവിക്കില്ല. ആരെങ്കിലും വണ്ടിയിട്ട് വരുമ്പോൾ ഇവിടെ എവിടെ പറഞ്ഞ് കൊടുന്നിടാം. ഇനിയിപ്പോൾ ആരെയും സാധനങ്ങളും പലചരക്കിൻ്റെ സാധനങ്ങളൊക്കെ വണ്ടിയിട്ട് വരുമ്പോൾ അവരെ വണ്ടിക്കാരോട് പറയാം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കും, ഇവിടെ കൊടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് നിങ്ങളവിടെ പോയിക്കോളി എന്ന് പറഞ്ഞാൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് മാറ്റുക പിടിക്കുകയൊക്കെയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീടിനെ കുറേ നാട്ടുകാരെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറേ എൻ്റെ വീട് ഷോ കാണിച്ചിട്ടും ഞാൻ അതിൻ്റെ പരിപാടിക്ക് നീങ്ങുന്ന ആളല്ല. കാരണം എനിക്കിവിടെ വേണ്ടതെന്താണ്, എൻ്റെ ജീവിതത്തിൽ എനിക്കിവിടെ ഈ ഭൂമിയിൽ നമ്മൾ കണ്ണത്ത രാജ്യത്ത് പോയിട്ട് നമ്മൾ ഓരോരുത്തർ പണിയെടുത്ത് ജീവിക്കണം. അപ്പോൾ ആദ്യം കുറേ ഇതിനൊരു എല്ലാം ജനങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ നിന്നാൽ ചിലപ്പോൾ നമ്മളെ കാറിങ്ങനെ വെയിൽ കൊണ്ടിട്ടും സ്കൂട്ടി വെയിൽ കൊണ്ടിട്ടും ഒക്കെ അങ്ങോട്ട് ഇല്ലാതാവും. ഞാൻ അതിൻ്റെ ആളാണ്. ഞാൻ എൻ്റെ ലെവൽ വേറെയാണ്. നിങ്ങളെപ്പോലെ ചിന്തിച്ച് നടക്കുന്ന ഒരാളല്ല ഞാൻ. കുറേ വീടെല്ലാം വേണം, അത്യാവശ്യം നമ്മളെ മക്കൾക്കും കുട്ടികൾക്കും വരാനും പോകാനും എല്ലാ സൗകര്യവും നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ കോഴിക്കോട് ഇത് ഉണ്ടാക്കുമ്പോഴൊന്നും ഞാൻ സ്ഥാനം നോക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ കാണേ, ഇത് പാവം വീട്ടിൽ ഒന്ന് തിന്നാൻ കൊടുത്തിട്ടില്ല. ഒരു മിനിറ്റ്, ഇതെല്ലാം തിന്നാൻ കൊടുക്കട്ടെ. നിങ്ങളാണ് കോഴിക്കോട് നിങ്ങളോട് പറയേണ്ടത്. കോഴിക്കോട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാവരോടും പറയേണ്ടത് അത്യാവശ്യത്തിന് കുറച്ച് വലിപ്പം വീതിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇതിൽ ലൈറ്റ് ഇട്ടിട്ടില്ല, ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇട്ടത്ത് കാണില്ല. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര അത്യാവശ്യം വലിപ്പം വീതിയൊക്കെ ഉണ്ടാവണം ഇത് കോഴിക്കോട് ഉണ്ടാക്കുമ്പോൾ. അതുപോലെ കോഴി ഇവിടെ നിന്ന് ചാടിയിട്ട് കയറുക,
അവിടുന്ന് ചാടി ഇറങ്ങുക. അങ്ങനെ ഒരു കോഴിക്കൾക്ക് തന്നെ ഒരു എക്സസൈസ് ആയി വരും. മറ്റേ നമ്മൾ ഈ കോഴിക്കളെ വിട്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി വളർത്തിയ കോഴിക്കളാണ്. അതിനെ നമ്മൾ ഇത്തിരി നല്ലപോലെ നോക്കി വളർത്തി അതിനെ ഓരോന്ന് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടില്ല, നമ്മൾ ഓരോന്ന് നോക്കി വളർത്തുക. അതും ഇതിനും കോഴിക്കളാണ് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നോക്കി വളർത്തും. എന്നിട്ട് അതെന്താവും എന്നറിയാം. വല്ല നായ്ക്കളും നായ്ക്കൾ വന്ന് പിടിച്ചുകൊണ്ടും ഇതങ്ങോട്ട് കാണി. അപ്പോൾ അതിൽ ഇത്ര വലുപ്പത്തിലേക്ക് നിങ്ങൾ അത്യാവശ്യം കോഴിക്കൂട് ഉണ്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവരോടും പറയണേ, കോഴിക്കളെ ചെറിയ കൂട്ടിലിട്ടിട്ട് നിങ്ങൾ കോഴിനെ വളർത്തിയിട്ടാണ് എല്ലാവരോടും പറയുന്നുണ്ട്. ചെറിയ കൂട്ടിൽ വളർത്തി കഴിഞ്ഞാൽ അത് കുറേ കഴിഞ്ഞാൽ കോഴികൾക്ക് പല അസുഖങ്ങളും വരും. നിങ്ങൾ കോഴിന് അത്യാവശ്യം നല്ല കൂടും അതിൻ്റെ നെറ്റൊക്കെ അടിച്ചിട്ട് 4 ഭാഗത്തു നിന്ന് കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടണം കോഴികൾക്ക്. അവർക്ക് ഒന്ന് നടക്കാനും ഓടിപ്പായാനും ഒന്ന് ജസ്റ്റ് ഒന്ന് ചാടി കയറാനും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കോഴികൾക്ക് നിങ്ങൾ ഒരു മരുന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എത്ര കൊല്ലമായി കോഴിക്കളെ വളർത്തുന്നത്, ഞാൻ അതിനൊരു മരുന്നും കൊടുക്കലില്ല. കാരണം അവർക്ക് എന്താണ് ഈ ക്ലൈമറ്റ്, ഈ കാലാവസ്ഥ, അതിൻ്റെ കാറ്റും ഇതൊക്കെ അവിടെ മനുഷ്യനായാലും ശരി, നമ്മളിപ്പോൾ കണ്ണി കണ്ട പ്രവാസി ലോകത്തു നിന്ന് വരുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ വേറെ തരത്തിലാക്കാരം. അത് കേരളത്തിൽ കൊണ്ട് കടന്നു വന്നാൽ ഇവിടുത്തെ ക്ലൈമറ്റ് വേറെയായി. അത് നമ്മുടെ ശരീരത്തിൽ കൊണ്ട് കയറുമ്പോൾ തന്നെ നമുക്ക് പല അസുഖങ്ങളും അങ്ങനെ തന്നെ മാറും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ കോഴിക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലിയ സൗകര്യത്തിൽ ഉണ്ടായിക്കോളി. ഇതിനൊന്നും ഞാൻ സ്ഥാനം നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയണം, എനിക്ക് ആളെ വിളിച്ചിട്ട് അതിനെ നോക്കുക. ഇവിടെ ഇതാണ് കക്കൂസുണ്ടാക്കിയാണ്, അവിടേക്ക് കോൺക്രീറ്റ് ഇട്ടിട്ട് അതിനൊക്കെ ഇതാണ് നെറ്റിൻ്റെ മോനിക്ക് വേണ്ടിയിട്ട് ലവേഴ്സ് വളർത്താൻ ഇവിടെ കോഴിക്കൂട്. ഇതൊന്നും ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഞാൻ സ്ഥാനം നോക്കി ചെയ്തിട്ടുമില്ല, എനിക്ക് സ്ഥാനം നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആരും ഒരാൾ ഈ പറഞ്ഞ ഞാനടക്കം ഈ പറഞ്ഞ നിങ്ങളടക്കം നമ്മളൊരാളെ മുതൽ കട്ട് കൊടുത്തിട്ടുമില്ല. നമ്മളാരും ഒരാളെ മുതൽ കട്ട് കൊടുന്ന് ജീവിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ വിടാതെ സ്ഥാനം? ചിലവർ പറഞ്ഞിട്ട് കന്നിമൂല മറ്റേ മൂല അത് അവിടെ പോയി വീട്ടിൽ മനുഷ്യനായ ചില പ്രയാസവും കാര്യങ്ങളും സാധാരണ ഉണ്ടാവും. കയ്യിൽ പൈസ ഇല്ലാതെ ആകുമ്പോൾ നമുക്ക് പല മാനസികമായ വിഷമവും കാര്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അയച്ചിട്ട് നമ്മൾ കുറേ മൊയിലന്മാരുടെ അടുത്ത് പോയി, കുറേ തങ്ങന്മാരുടെ അടുത്ത് പോയി, കുറേ സ്വാമിമാരുടെ അടുത്ത് പോയിട്ട് അവരോട് നമ്മളൊരു സങ്കടം പറഞ്ഞാൽ അവർ പറയും നിങ്ങളവിടെ കന്നിമൂല അവിടെ ശരിയില്ല, അതാണ്ട് പൊളിച്ചത് മാറ്റിക്കാളി, അല്ലെങ്കിൽ അത് മാറ്റിക്കാളി. അവർ നോക്കുമ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ തോന്നും. നമ്മളെ മാനസികമായ വിഷമം കണ്ടിട്ട് നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ കന്നി കണ്ടിടത്തൊക്കെ പോയിട്ട് ഉള്ള എവിടെന്നെങ്കിലും പൈസ അവിടെ നിന്ന് ഉള്ളിൽ പറക്കി പോയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അവർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരാൻ പറയും. അത് വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾ അതൊക്കെ കൊണ്ട് ഒഴിവാക്കി തരാമെന്ന് പറയും. അപ്പോഴും പൈസക്ക് ചിലവ്. പിന്നെ ആളുകളടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സങ്കടം പറയുമ്പോൾ അവർ ഒരു 25,000 രൂപയുടെ പണി 50,000 രൂപയുടെ പണി കൂടി വേറെ കാണിച്ചു തരും. നിങ്ങൾ അവിടെ കൊണ്ട് പൊളിച്ചുകൂടി എന്നും പറഞ്ഞു. അപ്പോൾ നമ്മളാണ്ട് പൊളിക്കും. അപ്പോൾ ഉള്ള കടം കൂടി പിന്നെയും കടാവും. അത് നമ്മൾ വടി കൊടുത്ത് അടി പഠിക്കുന്ന പരിപാടിയാണ്. എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് ഞാൻ ആലോചിച്ച് വെക്കണം. കാരണം നമ്മൾ പൈസ, നമ്മളുണ്ടാക്കിയ ഭൂമി, നമ്മളുണ്ടാക്കിയ വീട് ഒക്കെ നമ്മളുണ്ടാക്കിയ ഒരാളെ മുതൽ കട്ട് കൊടുത്തിട്ടും പിടിച്ചിട്ടും നമ്മൾ നിങ്ങൾ എന്ത് വേണം നിങ്ങൾക്ക് ചെയ്തോളി, ഒരു കുഴപ്പം സംഭവിക്കില്ല. പൈസ ഇല്ലാതാകുമ്പോൾ പല വിഷമങ്ങളും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതാണ്. അപ്പോഴാണ് നമുക്കിങ്ങനെ ഓടുക. അപ്പോൾ നമ്മളെ പൊന്നുങ്ങൾ പറയുന്നു എന്തൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് അവിടെ പോയാൽ കാണി, നിങ്ങളൊന്ന് ഇവിടെ പോയാൽ കാണി. എന്നാൽ കയ്യിൽ പൈസ ഉള്ളവരാരെങ്കിലും ഉണ്ട് ഈ പണിക്ക് നിൽക്കണേ. പൈസ ഒന്നുമില്ലെങ്കിൽ നാളെ അത് വന്നുകൊണ്ടിരിക്കും. അത് സാധാരണയാണ്. പൈസ പെട്ടെന്ന് നമ്മളെ കയ്യിലേക്ക് പണം കൊണ്ട് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഈ വിഷമങ്ങളും കാര്യങ്ങളൊന്നും കാണില്ല. ഈ പൈസ ഇല്ലാതാകുമ്പോഴാണ് കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ കാണുകയാണ്. അതന്നല്ല. പിന്നെ കുടുംബങ്ങൾ തമ്മിൽ തന്നെ അഥവാ തെറ്റി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും നമുക്കൊരു വിഷമം ഉണ്ടാവും. ബന്ധങ്ങളൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ അത് ചിലയിടത്തുള്ളൂ. ഞാൻ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ടായി. ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഞാൻ ബോംബെയിൽ എൻ്റെ അത്ര ആൾക്കാർ ഓരോരുത്തർ എന്നെ കണ്ടുമുട്ടുന്നവർ പറയുകയാണ് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും മറ്റേതും ഇതൊക്കെ പലയിടത്തും പല മുതലിൻ്റെ പിന്നാലെ, സ്വത്തും മുതലിൻ്റെ പിന്നാലെ ബന്ധങ്ങളൊക്കെ ഒരുവിധം തെറ്റി പിരിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ കണ്ട് ഓരോരുത്തരും നിന്നോട് വന്ന് സങ്കടം പറഞ്ഞാൽ അത് സാധാരണയാണ്. മറ്റ് ഇമ്മയൊക്കെ ഉള്ള സമയത്ത് ആ ബന്ധങ്ങൾ ഇങ്ങനെ നിലനിൽക്കും. വാപ്പാനിമാർ കാലശേഷം കഴിഞ്ഞാൽ ആ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഇല്ലാതാവും. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 5-8 മക്കളുണ്ട്. ഇതുവരെക്കും പടച്ചോൻ്റെ വീട് കൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല സ്നേഹത്തോടെ തന്നെയാണ് ഇവിടെ എല്ലാവരും പോകുന്നത്. അപ്പോൾ പെരുന്നാളാകുമ്പോഴോ നമ്മളൊന്ന് ആലോചിക്കണം, പെരുന്നാളാകുമ്പോൾ എല്ലാവരും ഇവിടെ വരും. ഇവിടെ അല്ല വരിക, തറവാട്ടിങ്ങ വരും, സർവ്വ ആൾക്കാരും. ഞാനടക്കം അങ്ങോട്ടേക്കാണ് പോവുക. എല്ലാവരും അവിടെ വന്നിട്ട് പെങ്ങന്മാരും കുട്ടികളും സർവ്വ ആൾക്കാരും അവിടെ വന്ന് കൂടും. അതൊരു സന്തോഷം വേറെ തന്നെയാണ്. അത് വാപ്പി ഉമ്മയുള്ള കാലം വരെ ഉണ്ടാവും. അവരില്ലെങ്കിലും ശരി നമ്മളതിനെ നിലനിർത്തി അവിടെ കൊണ്ടുപോയാൽ മതി. എല്ലാവരും കൂടിയിട്ട് എങ്ങനെയാണോ ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ജീവിപ്പം. ഞങ്ങൾ 8 മക്കളുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല സ്നേഹത്തോടെ തന്നെയാണ്
ഇപ്പോൾ കഴിഞ്ഞു പോണത്. ഇതേ ജീവിതം നമുക്ക് ഇനി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ടൊന്ന് ഒരു തീരുമാനം എടുത്താൽ മതി. ഇന്ന് ഒരു പ്രശ്നം വരില്ല. അത് സാധാരണ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. പിന്നെ ബോംബെയിലൊക്കെ ഞാൻ പറയാം, എത്ര സ്നേഹിതന്മാർ എന്നോട് ഓരോരുത്തർ സങ്കടം പറയുന്നുണ്ട്. എന്നാലും ഞാൻ അറിയുമ്പോൾ എന്താ അറിയാം, ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ബന്ധങ്ങൾ ഏട്ടന്മാരും അഞ്ചന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നെ അറിയുന്ന ആൾക്കാരുണ്ടാവും. ഏട്ടനും അറിയും അഞ്ചനും അറിയും ഇന്നെ അറിയുന്ന. ഞാൻ രണ്ടാമത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് രണ്ടാമത്തേക്ക് ചെന്നിട്ട് ഇന്നെ കൊണ്ട് കഴിയുന്ന മാതിരി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ആ ബന്ധങ്ങൾ എന്തെങ്കിലും തെറ്റി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനുള്ള പരിപാടി ഞാൻ നോക്കും. ഓനക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവർക്കും പറഞ്ഞു കൊടുത്തിട്ട് രണ്ടാളും കൂടിയിട്ട് തെറ്റി പിരിഞ്ഞ ബന്ധങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചില ഭാഗത്ത്. ബോംബെയിൽ ഇന്നെ അറിയുന്ന ആൾക്കാർ ഇപ്പോൾ അവിടെയൊക്കെ ഒന്നായിട്ട് നല്ല രസത്തിൽ കൂടെ കുടുംബം കഴിഞ്ഞ് പോകണ്ട. അത് സാധാരണ ഉണ്ടാവും വീട്ടിൽ. ചെറിയ കാറ്റിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അതൊന്നും വലിയ കാര്യമാക്കി എടുക്കരുത്. ഈ ചെറുതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വലുതാക്കി ഇങ്ങനെ കൊണ്ടടക്കുമ്പോൾ വലിയ പ്രശ്നം സാധാരണ ഒരു കുടുംബത്തിൽ വരുന്നതാണ്. അതിനൊക്കെ നമ്മളൊന്നുകൊണ്ട് കണ്ണടച്ചാൽ മതി. മഴ പോലെ വരും മഞ്ഞ് പോലെ പോകും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പല സംഭവങ്ങളൊക്കെ നടക്കണതാണ് സാധാരണ നാട്ടിൽ. ചേട്ടോ നമസ്കാരമുണ്ട്. ഈദ് മുബാറക്. ആയി പെരുന്നാളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലൊക്കെ വിവരം? അല്ല ഇപ്പം നിങ്ങളിപ്പോൾ ഈ വണ്ടിയില? അത് ശരി, പണിക്ക് പോകണല്ലേ? ഓ ആ അപ്പോൾ ഞാൻ ഇവിടം കൊണ്ട് വെക്കുകയാണ്. ഇവിടെ മഴ കാരണം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മൾ അപ്പുറത്തപ്പുറത്തൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഒന്നും നിങ്ങൾക്ക് വരില്ല, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ സ്ഥാനം നോക്കാനും പറ്റും. വീടിനൊക്കെ നിങ്ങൾ സ്ഥാനം നോക്കി പറയും. നിങ്ങൾ അത് വലിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ശേഷം നിങ്ങൾ അപ്പുറത്തപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. സത്യം നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഞാനായി പറഞ്ഞത് കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരും. അത് അങ്ങോട്ട് മഴ കുറച്ച് ദിവസം വരെ ഉണ്ടാവും. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ കണ്ണേറ് എന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സാധാരണ ഉള്ളത് തന്നെയാണ്. കണ്ണേറ് നമ്മളാരെങ്കിലും മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ, നമ്മളാരെങ്കിലും മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ നമ്മളെ പറ്റി ചിന്തിച്ചാൽ ചിലപ്പം ഓൻ്റെ ഹൃദയം തന്നെ നമ്മളെ മറ്റവൻ്റെ ഹൃദയത്തേക്ക് കടക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മളെ ചിലപ്പം വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കുക. അയച്ചിട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട. തിരിച്ച് ഓനിക്കനെ ഈ വന്ന ആൾക്കനെ തിരിച്ചെടുത്ത് പോകും. ഓൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഓൻ്റെ നമ്മളെ ഹൃദയത്തേക്ക് കടക്കും. എന്നിട്ട് നമ്മളെ ഹൃദയത്തേക്ക് കടന്നിട്ടോ നമ്മളെ പറ്റി ഓൻ ചിന്തിച്ച പോലൊക്കെ നമ്മളെ മനസ്സിലുണ്ടോയെന്ന് നോക്കും. അതൊക്കെ പടച്ചോണ്ടൊരു കഴിവ് തന്നെയാണ്. ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനിയായി ആരും നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് എന്തെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ഹൃദയത്തിലേക്ക് വരും ചെയ്യും. അത് ഹൃദയത്തേക്ക് വരുന്നതും അറിയില്ല, ഓൻ ചിന്തിച്ചതും ഓൻ ശപിച്ചതുപോലെ ഓനിക്കും അറിയില്ല. അത് നമ്മളെ ഹൃദയത്തിൽ വന്നിട്ട് നമ്മളായിട്ട് കുറച്ച് ദിവസം വരെ ഇങ്ങനെ ഇടങ്ങറാക്കിയിട്ട് അത് വരുന്നുണ്ട്. ഇടങ്ങറാക്കും. എന്നിട്ട് വന്ന് നോക്കും, ഇവൻ ചിന്തിച്ച പോലൊക്കെ ഓൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളെ മനസ്സിലുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അതൊന്നും കാണാണ്ടാവില്ല. നമ്മൾ വേറെ എന്തൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ ഇവൻ വേറെ എന്തൊക്കെ ചിന്തിച്ച് എന്നിട്ട് നോക്കുമ്പോൾ തിരിച്ചിട്ട് തന്നെ അത് നേരിട്ട് ഈ ചിന്തിച്ച ആളെടുത്ത് പോകും. അതൊരു പോക്കാട് പോയി കഴിഞ്ഞിട്ടല്ലോ പിന്നെ ഈ പറഞ്ഞ ആ ആൾ അവിടെ കൊണ്ടാണ് തരംതാവും. കാരണം എന്താ വെച്ചാൽ മറ്റൊന്നും ചിന്തിക്കാത്തതല്ലേ. ആ വാത്തിൻ്റെ മീതെ ഞാൻ എന്തൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ എന്തൊക്കെ കൊണ്ട് കടന്ന് അത് അവസാനം ചെയ്യും. ഓൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് കറങ്ങി വെക്കും. അപ്പോൾ ഓനൊന്ന് പ്രയാസപ്പെടുത്തിയൊക്കെ ചെയ്യും. തിരിച്ചു വന്നിട്ട് പറയും എന്താണ് ആ പാവത്തിൻ്റെ മനസ്സിലൊന്നുമില്ല, ഏതായാലും ആരെൻ്റെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് ഞാൻ തിരിച്ച് ഓൻ്റെ അടുത്ത് പോറ്റാണ്. ആ പോക്കാണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ രണ്ടാളും കൂടി കര പോവുക. എൻ്റെ ഹൃദയത്തിൻ്റെയും പോവും, ആ വന്ന ഹൃദയം രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഓൻ്റെ ഹൃദയത്തിൽ കടന്നാണ്ടല്ലോ. പിന്നെ ഇനി ഓൻ്റെ കാര്യം എടുക്കാണ്ടാവും. എന്തിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറ്റുള്ളവർ നേരാവുക? അത് നേരായിക്കോട്ടെ, അള്ളാഹ് കൊടുത്ത റഹ്മത്താക്കാണ്. ഒരാൾ ചിലപ്പോൾ ഇടങ്ങറുണ്ടോ പ്രയാസപ്പെടേണ്ട, ഓനൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ നമ്മളൊന്ന് സഹായിക്കാം. അങ്ങനെ പരസ്പരം നല്ല രീതിയിലാണ് ജീവിച്ചു പോയേക്കാണ്. ഞാൻ പറയും എൻ്റെ ജീവിതത്തിലേക്ക് എന്തെല്ലാം കടന്നു പോയിട്ടുണ്ട്. ഞാൻ ആരോടൊക്കെ പറയാം, എന്തെല്ലാം എൻ്റെ മനസ്സിൽ ജീവിതത്തിൽ കടന്നു പോയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. ഐശ്വര്യമൊന്നും പഠിച്ചാൽ നമ്മളെ തരാൻ താല്പര്യമൊന്നുമില്ല. നമ്മളെ വഴി നമ്മൾ നല്ലപോലെ തിരഞ്ഞെടുത്തിട്ട് ആരെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വഴിക്കൂടെ തിരഞ്ഞെടുത്ത് പോയാൽ പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്നു തരും. എല്ലാ മനുഷ്യന്മാരും ഈ ഭൂമി ജീവിക്കുന്ന ഓരോ മനുഷ്യനും അള്ളാഹ് പ്രയാസപ്പെടുത്തുന്നില്ല. പഠിച്ച ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല. അത് ജനിച്ച് വളരുമ്പോഴത്തേനൊക്കെ ഉണ്ടാവും ചെറിയ തട്ടുമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതങ്ങനെ മാറിക്കോളും. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ആണ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. നേരം വെളുത്ത എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ആലോചിക്കും, അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ വിടും.
അത്രേ ഉള്ളൂ. അല്ല നിങ്ങളാരും വേദനിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞതല്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ 1-2 വീഡിയോ ഉണ്ട്. ഓക്കെ, എന്നാൽ ശരി, നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും.